ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ യൂണിറ്റായ മെഡീവൽ ഇന്ത്യ അഥവാ മധ്യകാല ഇന്ത്യയാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ചോള, വിജയനഗര, ബാഹ്മനി, മറാത്ത എന്നീ സാമ്രാജ്യങ്ങളെക്കുറിച്ച് പഠിക്കാം. 6ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. ദക്ഷിണേന്ത്യയിലെയും പശ്ചിമേന്ത്യയിലെയും അധികാര കേന്ദ്രങ്ങൾ. മധ്യകാല ഇന്ത്യയിലെ ഒരു അധികാര കേന്ദ്രമെന്ന നിലയിലുള്ള ഡൽഹിയുടെ വളർച്ചയാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. ഈ കാലയളവിൽ ദക്ഷിണേന്ത്യയിലും പശ്ചിമേന്ത്യയിലും നിലനിന്നിരുന്ന മറ്റ് പ്രധാന രാജ്യങ്ങളുടെ പേരുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ചോളരാജ്യം, വിജയനഗരം, ബാഹ്മിനി ദക്ഷിണേന്ത്യയിൽ, മറാത്ത പശ്ചിമേന്ത്യയിൽ. Centers of power in southern and western India. We have discussed the growth of Delhi as a seat of power in medieval India. The other important kingdoms that prevailed in southern and western India during the period are given below. Chola, Vijayanagara, Bahmani, southern India. Maratha, western India. ചോളരാജ്യം. സി 9ാം നൂറ്റാണ്ടോടെയാണ് ചോള രാജവംശം പ്രബലമായത്. രാജരാജ ചോളനും രാജേന്ദ്ര ചോളനുമായിരുന്നു പ്രധാന ചോള ഭരണാധികാരികൾ. ശക്തമായ നാവികസേന ചോളന്മാർക്കുണ്ടായിരുന്നു. ഇവരുടെ സ്വാധീനം മലേഷ്യ, ഇന്തോനേഷ്യൻ ദ്വീപുകൾ എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നു. ചോള കിങ്ഡം. The Chola dynasty became powerful by CE 9th century. Rajaraja Chola and Rajendra Chola were the prominent Chola rulers. The Cholas had a powerful navy. The influence of the Cholas was extended even to countries like Malaysia and the Indonesian islands. നൽകിയിരിക്കുന്ന ഭൂപടം നിരീക്ഷിച്ച് ഇന്ത്യക്ക് പുറത്ത് ചോളന്മാരുടെ സ്വാധീനം വ്യാപിച്ച രാജ്യങ്ങൾ കണ്ടെത്തുക. ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ലൊക്കേറ്റ് ദ നാഷൻസ് ഔട്ട്സൈഡ് ഇന്ത്യ ദാറ്റ് വർ അണ്ടർ ദ ഡൊമിനേഷൻ ഓഫ് ദ ചോള റൂൾ. തന്നിരിക്കുന്ന ഭൂപടത്തിൽ നീല നിറത്തിൽ അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ ശ്രദ്ധിക്കൂ. ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല, ശ്രീലങ്ക, മലേഷ്യ, ഇന്തോനേഷ്യൻ ദ്വീപുകൾ എന്നിവിടങ്ങളിലെല്ലാം ചോള രാജവംശത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നതായി ഈ ഭൂപടത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ലോക ഭൂപടത്തിൽ ചോള രാജ്യത്തിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ അടയാളപ്പെടുത്തുക. ലൊക്കേറ്റ് ദ റീജിയൻസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ചോള ഡൈനാസ്റ്റീസ് ഇൻ ദ വേൾഡ് മാപ്പ്. തന്നിരിക്കുന്ന വേൾഡ് മാപ്പ് ശ്രദ്ധിക്കൂ. ചുവന്ന നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളാണ് ചോളന്മാരുടെ സ്വാധീനമുണ്ടായിരുന്ന പ്രദേശങ്ങൾ. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള സാംസ്കാരിക ബന്ധങ്ങൾ വ്യക്തമാക്കുന്ന തെളിവുകൾ ശേഖരിക്കുക. കളക്ട് ദ പ്രൂഫ് ഫോർ ദ കൾച്ചറൽ റിലേഷൻസ് ബിറ്റ്വീൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ആൻഡ് ഇന്ത്യ. ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്ന ചോളന്മാർക്ക് ശക്തമായ നാവികസേന ഉണ്ടായിരുന്നു. അതിനാൽ ചോളന്മാരുടെ സ്വാധീനം ശ്രീലങ്ക, മലേഷ്യ, ഇന്തോനേഷ്യൻ ദ്വീപുകൾ എന്നിവിടങ്ങളിലേക്കും വ്യാപിച്ചിരുന്നു. ഇന്നും ഈ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് വ്യാപാര ബന്ധങ്ങളുണ്ട്. നിരവധി ഇന്ത്യക്കാർ ഈ രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്യുന്നുണ്ട്. ഈ രാജ്യങ്ങളുമായി ഇന്ത്യക്കുള്ള വ്യാപാര ബന്ധങ്ങളെക്കുറിച്ചും വിവിധ കരാറുകളെക്കുറിച്ചും മാധ്യമങ്ങളിൽ നിരവധി വാർത്തകൾ നമുക്ക് കാണാൻ സാധിക്കും. The Cholas who ruled South India had a strong navy. So, the influence of the Cholas extended to Sri Lanka, Malaysia and the Indonesian islands. Even today, India has trade relations with these countries. Many Indians are employed in these countries. We can see many news stories in the media about India's trade relations with these countries and various agreements. കൂട്ടുകാർ തമിഴ് സിനിമകൾ കാണാറില്ലേ? തമിഴ് സിനിമകളുടെ പ്രധാന റിലീസ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ. കാരണം കണ്ടെത്തൂ. The Southeast Asian countries are the major releasing centers of Tamil films. Find out the reason.
പണ്ട് ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്ന ചോള രാജാക്കന്മാർക്ക് ശ്രീലങ്ക, മലേഷ്യ, ഇന്തോനേഷ്യൻ ദ്വീപുകൾ തുടങ്ങിയ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും സ്വാധീനമുണ്ടായിരുന്നു. ഇന്നും ധാരാളം തമിഴ് വംശജർ ഈ രാജ്യങ്ങളിലുണ്ട്. ഈ രാജ്യങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ഭാഷയാണ് തമിഴ്. അതുകൊണ്ടാണ് പുതിയ തമിഴ് സിനിമകൾ ഈ രാജ്യങ്ങളിൽ റിലീസ് ചെയ്യുന്നത്. The Chola kings who ruled South India in the past also had influence in Southeast Asian countries such as Sri Lanka, Malaysia and the Indonesian islands. Even today, there are many Tamils in these countries. Tamil is a widely used language in these countries. That is why new Tamil films are released in these countries. വിജയനഗരം. ഈ രാജാവിൻ്റെ ഭരണത്തിനു കീഴിൽ കോഴിക്കോടിനെ പോലെയുള്ള 300 തുറമുഖങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണത്തിനു കീഴിലുള്ള പ്രദേശങ്ങളിൽ യാത്ര ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 3 മാസത്തെ സമയമെങ്കിലും വേണം. രാജ്യത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഫലഭൂയിഷ്ഠവും പതിവായി കൃഷി ഇറക്കുന്നതുമാണ്. സൈന്യത്തിൻ്റെ അംഗബലം 11 ലക്ഷം വരും. അബ്ദുൾ റസാഖ്. വിജയനഗര രാജ്യത്തെക്കുറിച്ച് പേർഷ്യൻ സഞ്ചാരിയായിരുന്ന അബ്ദുൾ റസാഖിൻ്റെ വിവരണത്തിലെ ഒരു ഭാഗമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നും എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെത്താം? വിജയനഗര രാജ്യത്തിൽ ധാരാളം തുറമുഖങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അധീനതയിലുള്ള പ്രദേശങ്ങൾ വളരെ വിശാലമായിരുന്നു. രാജ്യത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഫലഭൂയിഷ്ഠവും പതിവായി കൃഷി ഇറക്കുന്നതുമായിരുന്നു. സൈന്യത്തിൻ്റെ അംഗബലം 11 ലക്ഷം വരും. There were many ports in Vijayanagara. There were many extended regions under the Vijayanagara kingdom. The country is for the most part well cultivated, well fertile. The troop amount in number to 11 lakhs. CE 14-ാം നൂറ്റാണ്ടിൽ നിലവിൽ വന്ന വിജയനഗര രാജ്യത്തിൻ്റെ സ്ഥാപകർ ഹരിഹരൻ, ബുക്കൻ എന്നിവരായിരുന്നു. കൃഷ്ണദേവരായർ ആയിരുന്നു വിജയനഗര രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി. The Vijayanagara kingdom was established by Harihara and Bukka in CE 14th century. കൃഷ്ണദേവരായ was the major ruler of Vijayanagara. തന്നിരിക്കുന്ന ഭൂപടം നിരീക്ഷിക്കൂ. വിജയനഗര രാജ്യം എവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നതെന്ന് ഈ ഭൂപടത്തിൽ നിന്നും കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലാകും. ബാഹ്മിനി രാജ്യം. അലാവുദ്ദീൻ ഹസൻ ബാഹ്മൻ ഷാ ആയിരുന്നു ബാഹ്മിനി രാജ്യത്തിൻ്റെ സ്ഥാപകൻ. കൃഷ്ണ, തുംഗഭദ്ര എന്നീ നദികൾക്കിടയിൽ കിടക്കുന്ന റൈച്ചൂർ പ്രദേശം ഫലഭൂയിഷ്ഠമായിരുന്നു. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഈ പ്രദേശത്ത് ആധിപത്യം നേടാൻ വിജയനഗര ഭരണാധികാരികളും ബാഹ്മിനി രാജാക്കന്മാരും നിരന്തരം യുദ്ധങ്ങൾ നടത്തിയിരുന്നു. ബാഹ്മനി കിങ്ഡം. അലാവുദ്ദീൻ ഹസൻ ബാഹ്മൻ ഷാ was the founder of the Bahmani kingdom. The Raichur region, located between the Tungabhadra and the Krishna rivers, was fertile. It was known as the rice bowl of South India. The rulers of Bahmani and Vijayanagara frequently engaged in wars to gain control over the Raichur region. കൂട്ടുകാർ ഈ മാപ്പ് നിരീക്ഷിക്കൂ. കൃഷ്ണ, തുംഗഭദ്ര എന്നീ നദികളും റായ്ചൂർ പ്രദേശവും ഈ മാപ്പിൽ നിന്നും മനസ്സിലാക്കാം. റായ്ചൂർ പ്രദേശം ഇന്ന് ഏതൊക്കെ സംസ്ഥാനങ്ങളുടെ ഭാഗമാണെന്ന് ഭൂപടത്തിൻ്റെ സഹായത്തോടെ കണ്ടെത്തി എഴുതുക. With the help of a map, locate the present Indian states where the Raichur region is situated. കൂട്ടുകാർ ഈ ഭൂപടം നിരീക്ഷിക്കൂ. കർണാടക, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലാണ് ഫലഭൂയിഷ്ഠമായ റായ്ചൂർ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. റായ്ചൂർ പ്രദേശങ്ങൾക്കു വേണ്ടി യുദ്ധം നടത്താൻ വിജയനഗര ബാഹ്മിനി രാജാക്കന്മാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? What are the factors that motivated the Vijayanagara and Bahmani rulers to engage in battles
for the Raichur region. കൃഷ്ണ, തുംഗഭദ്ര എന്നീ നദികൾക്കിടയിൽ കിടക്കുന്ന റായ്ചൂർ പ്രദേശം ഫലഭൂയിഷ്ഠമായിരുന്നു. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഈ പ്രദേശത്ത് ആധിപത്യം നേടാൻ വിജയനഗര ഭരണാധികാരികളും ബാഹ്മിനി രാജാക്കന്മാരും നിരന്തരം യുദ്ധങ്ങൾ നടത്തിയിരുന്നു. The Raichur region, located between the Tungabhadra and the Krishna rivers, was fertile. It was known as the rice bowl of South India. The rulers of Bahmani and Vijayanagara frequently engaged in wars to gain control over the Raichur region. ഇനി നമുക്ക് മറാത്തയെക്കുറിച്ച് പഠിക്കാം. മറാത്ത രാജ്യത്തിൻ്റെ വളർച്ചയെ സഹായിച്ച ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഏതൊക്കെയായിരുന്നു? Which are the geographical factors that helped in the rise of the Maratha kingdom? CE 17-ാം നൂറ്റാണ്ടിലാണ് മറാത്തകൾ പ്രബല ശക്തിയായി മാറിയത്. ഭൂമിശാസ്ത്ര സവിശേഷതകൾ മറാത്തകളുടെ വളർച്ചയെ ഏറെ സ്വാധീനിച്ചു. വിന്ധ്യ സത്പുര പർവ്വതങ്ങളും നർമ്മദ താപ്തി നദികളും മറാത്ത പ്രദേശത്തെ സമീപ പ്രദേശങ്ങളിൽ നിന്നും വേർതിരിച്ചു. ഇത് മറാത്ത പ്രദേശത്തിന് പ്രകൃതിദത്തമായ സംരക്ഷണം നൽകി. മറാത്തി ഭാഷയും സാഹിത്യവും ജനങ്ങളിൽ ഐക്യബോധം വളർത്തി. കൂട്ടുകാർ, ഭൂപടം നോക്കൂ. മറാത്ത രാജ്യത്തിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളാണ് നീല നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. It was in CE 17th century that the Marathas became a prominent power. The geographical features of the region helped the growth of the Marathas. The Vindhya Satpura mountain ranges and the Narmada Tapti rivers separated the Maratha region from the nearby regions. These geographical features offered natural protection to it. The Marathi language and literature instilled a sense of unity among the Marathas. കൂട്ടുകാർ, ഭൂപടങ്ങൾ നോക്കൂ. ആദ്യത്തെ ഭൂപടത്തിൽ നർമ്മദ, താപ്തി എന്നീ നദികളും രണ്ടാമത്തെ ഭൂപടത്തിൽ വിന്ധ്യ, സാത്പുര പർവ്വതനിരകളും കാണാം. മറാത്ത രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി ശിവജിയായിരുന്നു. ഛത്രപതി എന്ന സ്ഥാനപ്പേർ അദ്ദേഹം സ്വീകരിച്ചു. ശക്തമായ നാവികസേനയും കരസേനയും മറാത്ത രാജ്യത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. പ്രബലമായ രാഷ്ട്രീയ ശക്തിയായി മാറാൻ ഇത് അവരെ സഹായിച്ചു. മറാത്ത രാജ്യത്തിൻ്റെ ആസ്ഥാനം പൂനെ ആയിരുന്നു. ശിവജി വാസ് ദ മേജർ റൂളർ ഓഫ് ദ മറാത്ത കിങ്ഡം. ഹി അഡോപ്റ്റഡ് ദ ടൈറ്റിൽ ഛത്രപതി. The Marathas had strong army and navy. It helped them to be a major political power. Pune was the capital of the Maratha kingdom. ഇനി നമുക്ക് ഡൽഹിക്കു പുറമെ മധ്യകാല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിലനിന്ന അധികാര കേന്ദ്രങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാം. In addition to Delhi, various centers of power existed in different parts of India during the medieval period. Prepare a note on them. മധ്യകാലഘട്ടത്തിൽ തെക്കേ ഇന്ത്യയിലെ പ്രധാന സാമ്രാജ്യങ്ങളായിരുന്നു ചോള, വിജയനഗര, ബാഹ്മിനി എന്നിവ. രാജരാജ ചോളൻ, രാജേന്ദ്ര ചോളൻ എന്നിവർ പ്രമുഖ ചോള ഭരണാധികാരികളായിരുന്നു. അവർക്ക് ശക്തമായ ഒരു നാവികസേന ഉണ്ടായിരുന്നു. ഹരിഹരനും ബുക്കനും ചേർന്നായിരുന്നു വിജയനഗര രാജ്യം സ്ഥാപിച്ചത്. കൃഷ്ണദേവരായർ ആയിരുന്നു പ്രധാന ഭരണാധികാരി. അലാവുദ്ദീൻ ഹസൻ ബാഹ്മൻ ഷാ ബാഹ്മിനി സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിരുന്നു. ബാഹ്മിനി, വിജയനഗര എന്നീ സാമ്രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഫലഭൂയിഷ്ഠമായ റായ്ചൂർ പ്രദേശത്തിനു വേണ്ടി പലപ്പോഴും യുദ്ധത്തിലേർപ്പെട്ടു. പടിഞ്ഞാറൻ ഇന്ത്യയിൽ മറാഠികൾ പ്രമുഖ ശക്തിയായി മാറി. വിന്ധ്യ സാത്പുര നിരകളും നർമ്മദ താപ്തി നദികളും സമീപ പ്രദേശങ്ങളിൽ നിന്ന് മറാത്ത മേഖലയെ വേർതിരിച്ചു. ചോള, വിജയനഗര ആൻഡ് ബാഹ്മനി were the important kingdoms of southern India prevailed during the medieval period. രാജരാജ ചോള
Rajendra Chola were the prominent Chola rulers. They had a powerful navy. Vijayanagara kingdom was established by Harihara and Bukka. Krishnadevaraya was the major ruler. Alauddin Hasan Bahman Shah was the founder of the Bahmani kingdom. The rulers of Bahmani and Vijayanagara frequently engaged in wars over the fertile Raichur region. In western India, Marathas became the prominent power. The Vindhya Satpura ranges and the Narmada Tapti rivers separated the Maratha region from the nearby regions. ഈ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് എന്തൊക്കെയാണ്? മധ്യകാല ഇന്ത്യയിൽ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന രാജവംശങ്ങളാണ് തൊമര രാജവംശം, ചൗഹാൻ രാജവംശം, സൽത്തനത്ത് രാജവംശം, മുഗൾ രാജവംശം. ദക്ഷിണേന്ത്യയിലെ പ്രധാന രാജവംശങ്ങളായിരുന്നു ചോളന്മാർ, വിജയനഗരം, ബാഹ്മിനി. പശ്ചിമേന്ത്യയിലെ പ്രധാന ഭരണാധികാരികൾ മറാഠകളായിരുന്നു. ഇനി നമുക്കൊന്ന് ചേരുംപടി ചേർത്തു നോക്കിയാലോ? ഇൽതുത്മിഷ്, ജിതൽ നാണയം, കൃഷ്ണദേവരായർ, വിജയനഗരം, മുഹമ്മദ് ബിൻ തുഗ്ലക്, തലസ്ഥാനമാറ്റം അഥവാ ഷിഫ്റ്റിംഗ് ഓഫ് ക്യാപിറ്റൽ, ബാബർ, പാനിപ്പത്ത് യുദ്ധം, അക്ബർ, മാൻസബ്ദാരി സിസ്റ്റം. മെഡീവൽ ഇന്ത്യ അഥവാ മധ്യകാല ഇന്ത്യ എന്ന പാഠം കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.